നമസ്കാരം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പി-ടോക്ക് ചാനലിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വീണ്ടും മാതൃകാ പദ്ധതിയുമായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത്. ജൂൺ 26-ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ സംഘടിപ്പിക്കുന്ന 2 മില്യൺ പ്ലഡ്ജിൽ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവർ പങ്കാളികളാകും. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ യുദ്ധത്തിന് എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ KT ശേഖർ വ്യക്തമാക്കി. ആവേശോജ്വലമായ ഈ ഉദ്യമത്തിനൊപ്പം താനും പങ്കാളിയാവുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നാടൊട്ടുക്ക് ഈ ഒരു ലഹരി വിപത്തിനെതിരെ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലമാണത്. തീർച്ചയായിട്ടും വലിയൊരു ബോധവൽക്കരണത്തിലൂടെ മാത്രമേ ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഈ ഒരു ഉദ്യമത്തിന് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് ഇതിൽ ശക്തമായിട്ട് പങ്കാളിത്തം വഹിക്കുമെന്ന് അറിയിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജൂൺ 26-ന് സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ജനകീയ പ്രതിരോധം 2 മില്യൺ പ്ലഡ്ജിന് കോഴിക്കോട്ടെ സാംസ്കാരിക പ്രവർത്തകരുടെയും പിന്തുണ. ജൂൺ 20-ന് നഗരത്തിൽ സാംസ്കാരിക കോഴിക്കോടിന്റെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യം പരിപാടി സംഘടിപ്പിക്കും. പ്രമുഖ എഴുത്തുകാർ, അഭിനേതാക്കൾ, ചിത്രകാരന്മാർ, നാടക പ്രവർത്തകർ, സംഗീതജ്ഞർ തുടങ്ങിയവർ ജൂൺ 20-ന് നഗരത്തിൽ നടക്കുന്ന സാംസ്കാരിക കോഴിക്കോടിന്റെ ഐക്യദാർഢ്യം പരിപാടിയിൽ പങ്കെടുക്കും. 2 മില്യൺ പ്ലഡ്ജിന് തീം സോങ് പുറത്തിറക്കാനും വിവിധ കലാകാരന്മാരെ പങ്കെടുപ്പിച്ച് ജില്ലയിലുടനീളം പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കാനും ജില്ലാ പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇതുവരെയും ലഹരിക്കെതിരെ 2 മില്യൺ പ്ലഡ്ജ് പോലെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടില്ലെന്ന് കോഴിക്കോട് ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ്. അതുകൊണ്ട് തന്നെ ജൂൺ 26-ന് നടക്കുന്ന 2 മില്യൺ പ്ലഡ്ജ് കോഴിക്കോട് ജില്ലയ്ക്ക് വലിയ ഒരു നേട്ടമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ നമുക്കൊരു മെച്യൂർ സ്റ്റേജിലാണ്. ആൻഡ് ഐ തിങ്ക് കേരളയിലെ വേറെ ജില്ലയിലെ അങ്ങനെ ഒരു പരിപാടി നമുക്ക് ഒരു പ്രയാസവും ചെയ്യുന്നില്ല. നമുക്ക് സൈഡിലെ ഒരു വളരെ വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് പരിപാടി ഓൾറെഡി ഓൺഗോയിങ് ആണ്. ഈ 26 ജൂണിലെ ഇതിൻ്റെ പരിപാടി കംപ്ലീറ്റ് ചെയ്തിട്ട് വി വിൽ ബി ഹാവിങ് എ ബിഗ് അച്ചീവ്മെൻറ്റ് on our heads itself. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, കുടുംബശ്രീ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ലെവലിലെ എല്ലാ ഉദ്യോഗസ്ഥരും പിന്നെ ജനങ്ങൾക്ക് ഒരു പരിപാടി വെച്ചിട്ട് ഈ ആൻറ്റി ഡ്രഗ്സിൻ്റെ മെസ്സേജ് ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും പ്രോപ്പറായിട്ട് നമുക്ക് ഗ്രൗണ്ടിലേക്ക് പോവാം. ആൻഡ് വെൻ ദിസ് പ്രോഗ്രാം ഇസ് ഹാപ്പനിങ് പാരലലായിട്ട് ഈ പരിപാടിയിൽ നമുക്ക് ടാർഗറ്റ് എന്താണ്? കാരണം നമുക്ക് കുറച്ചൊരു നോക്കേണ്ടി വരും. ഈ ആൻറ്റി ഡ്രഗ്സിൻ്റെ എല്ലാ ക്യാമ്പയിനും ആക്ച്വലി സക്സസ്ഫുൾ ആണോ? അത് നമുക്ക് ഒരു റിസർച്ച് പോലെ നമുക്ക് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാവും. കൂടുതൽ കമ്മ്യൂണിക്കേഷൻ, കൂടുതൽ ചർച്ച ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡ്രഗിൻ്റെ യൂസേജ്, ഡ്രഗിൻ്റെ ആക്ഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി കോഴിക്കോട് ജില്ലയിലെ പ്രധാന അറിയിപ്പുകൾ നോക്കാം. കേരള തീരത്ത് നാളെ രാത്രി 11:30 വരെ 2.4 മുതൽ 3.6 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെ, കൊല്ലം ആലപ്പാട് മുതൽ ഇടവ വരെ, ആലപ്പുഴ ചെല്ലാനം മുതൽ അഴീക്കൽ ജെട്ടി വരെ, എറണാകുളം മുനമ്പം FH മുതൽ മറുവക്കാട് വരെ, തൃശൂർ ആറ്റുപുറം മുതൽ കൊടുങ്ങല്ലൂർ വരെ, മലപ്പുറം കടലുണ്ടി നഗരം മുതൽ പാലപ്പെട്ടി വരെ, കോഴിക്കോട് ചോമ്പാല FH മുതൽ രാമനാട്ടുകര വരെ, കണ്ണൂർ വളപട്ടണം മുതൽ ന്യൂ മാഹി വരെ, കാസർഗോഡ് കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെ. ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കുക. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കേണ്ടതാണ്. കള്ളക്കടൽ പ്രതിഭാസവും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധന യാനങ്ങൾ ഇറക്കുന്നതുപോലെ തന്നെ അപകടകരമാണ് കരക്കടുപ്പിക്കുന്നതും. ആയതിനാൽ തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറക്കുന്നതും കരക്കടുപ്പിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. ദേശീയ സമുദ്ര സ്ഥിതിപഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ്. മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം.
മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക. തീരശോഷണത്തിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ജാഗ്രത പുലർത്തുക. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് കോഴിക്കോട് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ കരാർ അടിസ്ഥാനത്തിൽ ഫോട്ടോഗ്രാഫർമാരുടെ പാനലിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ ജില്ലയിൽ സ്ഥിര താമസക്കാരായിരിക്കണം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ കരാർ ഫോട്ടോഗ്രാഫർമാരായി സേവനമനുഷ്ഠിച്ചവർക്കും പത്രസ്ഥാപനങ്ങളിൽ ഫോട്ടോഗ്രാഫർമായിരുന്നവർക്കും മുൻഗണന. അപേക്ഷകർ ക്രിമിനൽ കേസുകളിൽ പെടുകയോ ശിക്ഷിക്കപ്പെടുകയോ ചെയ്തവരാകരുത്. ഡിജിറ്റൽ SLR, മിറർലെസ് ക്യാമറകൾ ഉപയോഗിച്ച് ഹൈ റെസല്യൂഷൻ ചിത്രങ്ങൾ എടുക്കാൻ കഴിവുള്ളവരാകണം. വൈഫൈ സംവിധാനമുള്ള ക്യാമറകൾ കൈവശമുള്ളവർക്ക് മുൻഗണന. അപേക്ഷകരുടെ പേര്, വിലാസം, ഫോൺ നമ്പർ, ഇമെയിൽ, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ രേഖപ്പെടുത്തിയ ബയോഡാറ്റയും സ്വന്തമായുള്ള ക്യാമറയുടെ വിവരങ്ങളും സഹിതം ജൂൺ 23 വൈകിട്ട് 5 സിവിൽ സ്റ്റേഷനിലെ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ സമർപ്പിക്കണം. കൂടിക്കാഴ്ചയുടെയും പ്രായോഗിക പരീക്ഷയുടെ അടിസ്ഥാനത്തിലാകും പാനലിൽ ഉൾപ്പെടുത്തുക. കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസുമായി ബന്ധപ്പെടാം. ഫോൺ 0495 2370 225. പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട പരമ്പരാഗത കരകൗശല വിദഗ്ധർ, കൈപ്പണിക്കാർ, പൂർണ്ണ വൈദഗ്ധ്യമില്ലാത്ത തൊഴിലാളികൾ തുടങ്ങിയവർക്ക് ടൂൾ കിറ്റ് വാങ്ങാൻ ധനസഹായം നൽകുന്ന പദ്ധതിക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജൂൺ 30 വരെ നീട്ടി. സ്ക്രീനിൽ കാണുന്ന പോർട്ടൽ മുഖേന അപേക്ഷ സമർപ്പിക്കാം. വിശദവിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് മുഖേന നടപ്പാക്കുന്ന പരമ്പരാഗത മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾക്കായുള്ള ധനസഹായ പദ്ധതിക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജൂൺ 30 വരെ നീട്ടി. സ്ക്രീനിൽ കാണുന്ന പോർട്ടൽ വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. വിശദവിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ 0495 2377 786. സംസ്ഥാന പുരാരേഖ വകുപ്പ് കമ്മ്യൂണിറ്റി ആർക്കൈവ്സ് പദ്ധതി വഴി കാസർഗോഡ് ശ്രീ ചക്രപാണി ക്ഷേത്രത്തിൽ സൂക്ഷിച്ച താളിയോല രേഖകൾ ശാസ്ത്രീയമായി സംരക്ഷിക്കുന്നതിനായി 2 പ്രൊജക്ട് ട്രെയിനർമാരെ നിയമിക്കും. മേഖലയിൽ പരിചയമുള്ള +2 പാസ്സായവർക്ക് അപേക്ഷിക്കാം. സേവന കാലാവധി 2 മാസം. പ്രായപരിധി 36 വയസ്സ്. അപേക്ഷകർ ബയോഡാറ്റയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും സഹിതം സൂപ്രണ്ട്, റീജിയണൽ ആർക്കൈവ്, സിവിൽ സ്റ്റേഷൻ, കോഴിക്കോട് 67 30 20 എന്ന വിലാസത്തിൽ ജൂൺ 30 അപേക്ഷ നൽകണം. കേരള മീഡിയ അക്കാദമി 2025-26 ബാച്ച് PG ഡിപ്ലോമ പ്രവേശന പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. ഫലം സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റിൽ ലഭിക്കും. ഇന്റർവ്യൂ ജൂലൈ ആദ്യവാരം നടക്കും. വിശദവിവരങ്ങൾ ഇമെയിൽ വഴി അറിയിക്കും. കോഴിക്കോട് രാമനാട്ടുകര പാറമ്മൽ റോഡിൽ രാമനാട്ടുകര മുതൽ പാറമ്മൽ ഭാവന ബസ് സ്റ്റോപ്പ് വരെ നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ ജൂൺ 19 മുതൽ പ്രവൃത്തി അവസാനിക്കുന്നതുവരെ ഗതാഗതം ഭാഗികമായി നിരോധിച്ചതായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. വയനാട് ജില്ലയിലെ പൂക്കോട് കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഡയറി മൈക്രോബയോളജി ടീച്ചിംഗ് അസിസ്റ്റന്റിന്റെ താൽക്കാലിക ഒഴിവുണ്ട്. യോഗ്യത ബേസിക് ഡിഗ്രി ഇൻ BTech ഡയറി സയൻസ്, ഡയറി ടെക്നോളജി ആൻഡ് M.Tech ഇൻ ഡയറി മൈക്രോബയോളജി നെറ്റ്. പ്രായപരിധി 18 മുതൽ 41 വയസ്സ് വരെ. വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ് എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ജൂൺ 25 മുൻപ് ബന്ധപ്പെട്ട പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നേരിട്ടെത്തി പേര് രജിസ്റ്റർ ചെയ്യണം. നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ ബന്ധപ്പെട്ട മേധാവിയിൽ നിന്നുള്ള NOC ഹാജരാക്കണം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.